നമുക്കൊന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. ഇതൊരു സാധാ മീൻ കറിയാണ്, തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ലേശം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരണം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 12-13 ചെറുള്ളി നന്നാക്കിയിട്ട്, ചെറുള്ളി തന്നെ വേണം, എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ചെറുതായി അരിഞ്ഞിട്ട് നമ്മളെ കറി മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മളെ പൊടികൾ ചേർക്കണം. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്ന മുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ 2 പാലാണ് എടുത്തിരിക്കുന്നത്, 1-ാം പാലും 2-ാം പാലും. 1-ാം പാല് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഒഴിച്ചിരിക്കുന്നത് 2-ാം പാലാണ്. അപ്പോൾ 2-ാം പാല് ഇത്തിരി വെള്ളം ഒഴിച്ച് നീട്ടിയിട്ടുള്ള പാലാണ്. അപ്പോൾ നമ്മളെ കറിയൊന്നും പിരിയൊന്നുമില്ല. അപ്പോൾ ഈ 2-ാം പാലാണ് നമ്മൾ മീൻ വേവിച്ചെടുക്കേണ്ടത്. ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ മാങ്ങ, ഞാൻ മാങ്ങയാണ് ഇന്ന് എടുക്കുന്നത്. നിങ്ങൾക്ക് മാങ്ങ കിട്ടാനില്ലെങ്കിൽ കുടംപുളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങ ഒരു പകുതി വേവാകുമ്പോഴാണ് നമ്മൾ മീനിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മളെ മാങ്ങ ഒരു പകുതി വേവാവും. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഈ സമയം മീനിട്ട് കൊടുക്കാം. ഏത് മീനും ഈ ടൈപ്പ് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ദശയുള്ള മുള്ളില്ലാത്ത വാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മളെ തേങ്ങാപ്പാലും അതൊക്കെ അതിൻ്റെ എല്ലാ ടേസ്റ്റും നമ്മളെ ഫ്ലേവറൊക്കെ നമ്മൾ മീനിലേക്ക് കയറും. അതേപോലെ തന്നെ മാങ്ങയുടെ പുളിയും ഒക്കെ കൂടിയിട്ട് ചേരും. അടച്ച് വെച്ച് നമ്മളെ ചാറ് കുറുകി വരണം. അതേപോലെ തന്നെ എണ്ണ തെളിയും വേണം. ഈ ഒരു പാകം ആകുമ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി സിമ്മിൽ എണ്ണ ഇടണം. സിമ്മിലിട്ടിട്ട് നമ്മളെ ചാറ് നന്നായി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കറി കൂടുതൽ വേണ്ടവർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റിൽ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുമല്ലോ, അപ്പോൾ അത്യാവശ്യത്തിന് ചാറും കിട്ടും ചെയ്യും. നമ്മൾ ഈ തേങ്ങാപ്പാലിലാണ് ഈ മീൻ വേവുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. അടച്ച് സിമ്മിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വെച്ച് നമ്മളെ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ഇളക്കരുത്. നന്നായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് ഇളക്കണം, അല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോവും. ഇപ്പം മീൻ വെന്ത് തുടങ്ങുന്നേ ഉള്ളൂ. വെന്ത് പരുവത്തിലാവുമ്പോഴാണ് ഇതുപോലെ നമ്മൾ നന്നായി ഷെയ്ക്ക് ചെയ്യുമ്പോഴാണ് അത് പൊട്ടിപ്പോവുക. അപ്പോൾ നമ്മളൊരു തുണി വെച്ചിട്ട് ചട്ടി ഒന്ന് ഇളക്കിയാൽ മതി. ചാറൊക്കെ നന്നായി വറ്റി കുറുകി വരുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളിയൊക്കെ വരുമ്പോൾ ഉപ്പിൽ വ്യത്യാസം വരും. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കറിക്ക് ആവശ്യം വേണ്ട കുറുകൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ തമ്പാലുണ്ടല്ലോ, ആദ്യത്തെ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അധികം തിളപ്പിക്കേണ്ട കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കി മിക്സാക്കിയതിൻ്റെ ശേഷം, ഇപ്പം നമ്മളിത് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മിക്സാക്കി ഒന്ന് ചെറുചൂട് ആയിന്ന് കാണുമ്പോൾ ഓഫ് ചെയ്തിടാം നമുക്ക്. എന്നിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.
ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തി ആയാലും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി കറിയാണ്. അപ്പം നമ്മളെ ടേസ്റ്റി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോഴും അല്ലാത്തപ്പോഴും നമുക്ക് ആയാലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.